ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഹസ്സിൻ്റെ ഒരു പഴയ ഷർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഗേൾസിന് യൂസ്ഫുൾ ആവണ ഒരു സാധനം ചെയ്തെടുത്താലോ. അങ്ങനെ ഇത്ര വല്ലാണ്ട് ഗേൾസിന് യൂസ് ആവണ എന്തായാലും ഉള്ളത് ഒരു ബാഗ്. ഞങ്ങൾക്കൊരു ബാഗ് തന്നെ ചെയ്തെടുത്താലോ. നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് അതിൽ ഒരെണ്ണം എടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് കളർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് അല്ലേ നമുക്ക് കുറച്ച് നീളത്തിലും വീതിയിലും പീസ് കിട്ടണത്. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കിട്ടണ അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അതുമേൽ മെഷർമെൻ്റൊക്കെ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. പരമാവധി കിട്ടണ അത്രയും വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, കിട്ടണ അത്രയും കട്ട് ചെയ്തിട്ടിട്ട് അതിനെ രണ്ടാക്കി മടക്കിയിടണം. എന്നിട്ട് എന്തോരം നീളം നമുക്ക് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇപ്പം എനിക്കിവിടെ കിട്ടുന്നത് 11 ഇഞ്ച് വീതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വീതി 11 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നീളം എത്ര നീളമാണോ നിങ്ങളുടെ ബാഗിന് ആവശ്യം വേണ്ടത് അത്ര എടുക്കാം. ഞാനിപ്പോൾ 16 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാഗിന് നീളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വളഞ്ഞു പോകുകയൊക്കെ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ പീസ് മാത്രം പോരാ, നമുക്ക് ലൈനിങ്ങിന് പീസും കൂടി വേണം. അപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് പീസ് മുണ്ടിൻ്റെ കഷ്ണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത്. മുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് ആ മുണ്ടുമ്മലിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല പീസിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ്റ് ആയിരിക്കുമല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അടിവശത്ത് നമുക്ക് എന്തായാലും ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ ഭാഗം അടി സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ചു കൊടുക്കണം. 2 സൈഡ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അടി സൈഡിൽ 1 ഇഞ്ച് നീളഭാഗത്തും 1 ഇഞ്ച് വീതി ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ അടയാളപ്പെടുത്തി വെക്കാം. 2 സൈഡും അതുപോലെ തന്നെ അത് കട്ട് ചെയ്തെടുക്കുക. നല്ല പീസും ലൈനിങ് പീസും ഒരുമിച്ച് ഇട്ടുകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. അതങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബാഗിൻ്റെ അടി സൈഡാണ് ഈ ഭാഗം. ഇപ്പം നമ്മുടെ ബാഗിന് നോർമലി കണ്ടിട്ടില്ലേ, അടിയിലൊരു ചതുരം പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഭാഗം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വള്ളിക്ക് പീസ് വേണം. വള്ളിക്ക് പീസിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് വീതി, നീളം 21 ഇഞ്ച് എടുക്കുന്നുണ്ട്. നീളം 21 ഇഞ്ചും വീതി 3 ഇഞ്ചിലാണ് 2 പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതിനെ രണ്ടാക്കി മടക്കാം. 2 ഭാഗത്തുനിന്നും സൈഡിൽ നിന്ന് എടുത്തിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക, അപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക, 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 എണ്ണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നല്ല പീസുമേൽ നമുക്ക് വള്ളി വെക്കാനുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വള്ളി വെക്കണ ഭാഗത്ത് മുകൾ ഭാഗത്ത്
ഒരു 3 ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് രണ്ട് സൈഡും 3 ഇഞ്ച് 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്താണ് നമ്മൾ വള്ളി ചേർക്കാൻ പോണത്. ആ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങിൻ്റെ വശത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഉള്ളിലാണ് നമ്മൾ ലൈനിങ്ങുമ്മൽ വെച്ചിട്ടാണ് വള്ളി സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇങ്ങനെയാണ് വരേണ്ടത്. ഇതിപ്പോൾ ഞാൻ നല്ല പീസുമ്മൽ വെച്ചാൽ കാണിച്ചു തരുന്നത്. ഇതിന് പകരം നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ലൈനിങ് പീസുമ്മലാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്യണത്. കണ്ടോ, ഇനി നമ്മുടെ നല്ല പീസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യണേട്ടാ. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് പോയിക്കോളും, ഒന്നും തന്നെ പുറമേക്ക് കാണില്ല. നേരെ അടിച്ചെടുക്കാം. ഒരു 2 അടി അടിക്കണം എന്തായാലും, എന്നാൽ ആ വള്ളി ഉറപ്പോട് കൂടി ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റുള്ള സാധനങ്ങൾ ഇടുമ്പോൾ വള്ളി ഊരിപ്പോരും. അതുകൊണ്ട് 2 സ്റ്റിച്ച് എന്തായാലും ചെയ്യണം. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതുഭാഗത്ത് വള്ളി വെച്ച് അടിക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് ആ വള്ളി കണ്ടോ, ആ ഭാഗം ഉള്ളിലോട്ട് കളഞ്ഞിട്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ പോകണമാണ്. നമുക്ക് വള്ളിയുടെ ബാഗിൻ്റെ വായ് ഭാഗം ഒരു ചെറിയ വള്ളി വെക്കണുണ്ട്. അതായത് വായ് ഭാഗം ഓപ്പൺ ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടി ആ ഭാഗത്ത് ഒരു 2 വള്ളി വെക്കണുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് വേണം. അപ്പോൾ 1 ഇഞ്ച് അടിയിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇടുന്നുണ്ട്. അതായത് അവിടെ സ്റ്റിച്ച് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിയിലേക്ക് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് നീക്കി വേണം എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഊരിപ്പോരും. ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഒരു സൈഡിൽ ഒരു 3-4 ഇഞ്ച് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാതെ വിടണം കേട്ടോ. ഈ അപ്പുറത്തെ സൈഡിൽ നമ്മൾ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഭാഗത്ത് 3 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. 3 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ല പീസുമ്മൽ നമ്മൾ ഇത് 2 ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യരുത്, അവിടെ വിടണം. പിന്നെ അടി സൈഡ് നമ്മൾ വെട്ടിയിട്ടില്ലേ, അതിങ്ങനെ നേരെ പിടിച്ച് അടിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ വാ തുറന്ന് യോജിപ്പിച്ച് പിടിച്ചിട്ട് അടിച്ചെടുക്കുക. വീഡിയോ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചെയ്തിട്ടുള്ളതെന്ന് കേട്ടോ. നാല് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മൾ തിരിച്ചിടണം. ഉള്ളിലോട്ട് ആക്കി നല്ല ഭാഗം പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത എല്ലാ ഭാഗങ്ങളും തന്നെ ഉള്ളിലോട്ട് പോയിക്കോളും. അപ്പോൾ സ്റ്റിച്ചിങ് പുറത്തേക്ക് കാണില്ല, എല്ലാം ഉള്ളിലോട്ട് പോയി നമ്മുടെ ലൈനിങ് പീസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ലൈനിങ് പീസ് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ബാക്കി എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി വെക്കാൻ നോക്കാം. അതായത് ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി മടക്കൊക്കെ മാറ്റിയിട്ട് ക്ലീനാക്കി വെക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാഗ് റെഡി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണുള്ളൂ അല്ലേ. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ നേരത്തെ വായ്ഭാഗം അടക്കാൻ വേണ്ടി വള്ളി ഇടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 1 ഇഞ്ച് ഇട്ട് അടിക്കാതെ വിട്ട ഭാഗില്ലേ, അവിടെ ഒരു ഹോൾ ഉണ്ടാവും. അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കണം, വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കോ നിങ്ങൾ, എൻ്റെ കൈ വന്ന് അതിൻ്റെ ഇടയ്ക്ക് മറഞ്ഞു പോയി, സോറി കേട്ടോ. 1 ഇഞ്ച് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ മേൽഭാഗത്ത് 2 ഭാഗത്തും ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നേരെ സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം.
കണ്ടോ, ബാഗിൻ്റെ ഒരു സൈഡിൽ അവിടെ ഹോൾ ഉണ്ടാവും, അതുപോലെ അപ്പുറത്തെ സൈഡിലും ഹോൾ ഉണ്ടാവും. അതിൻ്റെ അടിഭാഗത്തേക്ക് വരച്ചൊന്ന് കൊടുത്തെടുക്കുക. ഇനി നമുക്ക് അവിടേക്ക് ഇടാനായിട്ടുള്ള 2 വള്ളി വേണം. അതിന് 1 ഇഞ്ച് വീതിയിലെങ്ങാനും 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഷർട്ടിൻ്റെ ബാലൻസ് പീസിൽ നിന്ന് എവിടെ നിന്നാണോ നിങ്ങൾക്ക് കിട്ടണത് ആ ഭാഗത്തുനിന്ന് 2 നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിനെ നോർമലി വള്ളി അടിക്കൂലേ അതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വള്ളി അടിച്ചിട്ട് മറിച്ചിട്ട് നമ്മൾ അടിക്കൂലേ, അങ്ങനെ ആയാലും ചെയ്യാം. ഞാനിപ്പോൾ നോർമലി 2 മടക്കി അടിക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 വള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാഗുമ്മൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വരച്ച ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യല്ല വേണ്ടത്, അടിഭാഗം മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യണോട്ടോ, അല്ലെങ്കിൽ ബാഗ് യോജിച്ച് പോകും. അപ്പോൾ അടിഭാഗം മാറ്റിയിട്ടിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വള്ളി ഇതുമ്മൽ ഇടണം. ഇടുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വള്ളി ഇട്ടിട്ട് അപ്പുറത്തെ ഹോളിൽ ചെന്നെടുക്കാൻ പാടില്ല. അതിനെ റൗണ്ട് ചുറ്റി വന്ന് എവിടെയാണോ നമ്മൾ വള്ളി ഇട്ടത് ആ ഭാഗത്തേക്ക് തന്നെ വള്ളിയുടെ പിന്ന് കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ. എന്നാൽ മാത്രമേ ബാഗ് അടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ വള്ളിയിട്ടത് ആ ഭാഗത്തേക്ക് തന്നെ വള്ളിയുടെ ലാസ്റ്റ് തുമ്പ് എത്തണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്, അതിൽ ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വള്ളി എത്തണം. കണ്ടോ, ഇപ്പോൾ 2 വള്ളിയും ഒരു ഭാഗത്തേക്കായിട്ടാണ് വന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് വള്ളിയിട്ട് ഇതുപോലെ റൗണ്ട് ചുറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വള്ളിയിടും. അതിനാണ് നമ്മൾ 2 വള്ളി അടിച്ചത് കേട്ടോ. എന്നാലേ നമുക്ക് വലിക്കുമ്പോൾ അത് ചുനി വായുഭാഗം അടഞ്ഞു പോരുള്ളൂ. ഇനി നമുക്കിതുമ്മൽ എംബ്രോയ്ഡറി ചെയ്യണം. എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എന്ത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് വരക്കാം. ഞാനിപ്പോൾ കുറച്ച് ഫ്ലവറും ലീഫൊക്കെ ആയിട്ടാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ഡിസൈൻ മതിയെങ്കിൽ അങ്ങനെ ആയാലും വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ വരച്ചെടുത്താലും അത് ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എംബ്രോയ്ഡറിയിൽ അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഹെവി ആയിട്ടാണ് ഇവിടെ വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാനൊന്ന് A4 ഷീറ്റിൽ വരച്ച് നോക്കിയിരുന്നു, അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരച്ചെടുക്കണത്. അല്ലെങ്കിൽ പിന്നെ ബാഗുമ്മക്ക് നേരിട്ട് വരക്കാനിരിക്കുമ്പോൾ പിന്നെ കൺഫ്യൂഷനാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു യെല്ലോ എടുത്തിട്ടുണ്ട്, 2 ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും സൂചി ഞാൻ കാണിക്കുന്നത് കണ്ട് സൂചിയുടെ ഹോള് നോക്കി നോക്കിയാൽ കുറച്ച് നീളത്തിലുള്ള ഹോളാണ്, കുഞ്ഞു ഹോളല്ല, നീളത്തിലുള്ള ഹോളാണ്. എപ്പോഴും എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ അങ്ങനത്തെ ഹോളുള്ള സൂചി എടുക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് നൂലിടാനും പറ്റും, എംബ്രോയ്ഡറി നല്ല സ്മൂത്തായിട്ട് ചെയ്യാനും പറ്റും. ചില സൂചികളുടെ എന്താ പറയുക, ത്രെഡ് ഇടണ ഭാഗം ഒരു ഉണ്ട പോലെ ഇരിക്കും. അങ്ങനെ ഉണ്ട പോലുള്ളത് എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ വലിക്കുമ്പോൾ വലിയ ഹോള് വീഴും, അതായത് തുണിമേൽ വലിയ ഹോള് വീഴും. അങ്ങനെ ഇല്ലാതിരിക്കാൻ ഇങ്ങനെയാണ് ചെയ്യണതാണ് കേട്ടോ നല്ലത്. പിന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് നമ്മുടെ സ്റ്റെമ്മിനുള്ള സ്റ്റിച്ചാണ്, ബാക്ക് സ്റ്റിച്ചാണ് സ്റ്റെമ്മിന് കൊടുക്കണത്. ആകെ 2 ഇഴ നൂല് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ഇഴ നൂല് 4 നൂലിട്ടാ മടക്കിയിട്ട് ഞാൻ എടുത്തിരിക്കണത്. അടിയിൽ കുത്തിയിട്ട് മേലോട്ട് കൊണ്ടുവരാം, പിന്നെ അടിയിലോട്ട് കുത്താം. അങ്ങനെയാണ് നമ്മൾ കുത്തിപ്പോണ്ടത്. ഇനി അടിയിലോട്ട് കുത്താം,
മേലോട്ട് സൂചി എടുക്കുമ്പോൾ കുറച്ച് നീക്കി സൂചി എടുത്ത് കുത്തി വീണ്ടും ബാക്കോട്ട് സ്റ്റിച്ച് കുത്തണം. കണ്ടോ, നീക്കി സൂചി കുത്തിയിട്ട് വീണ്ടും നേരത്തെ കുത്തിയതിൻ്റെ അടിഭാഗത്തേക്ക് വീണ്ടും കുത്തുക. ഇതിനെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്റ്റെമ്മിൽ എല്ലായിടവും സ്റ്റിച്ച് കൊടുക്കാം. ഫുൾ സ്റ്റെം ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് എടുക്കാം കേട്ടോ. ആദ്യം സ്റ്റെമ്മിൽ ഫുള്ള് ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവർ ചെയ്യാം. സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ നോർമലി നമ്മൾ സൂചി കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ഞാനങ്ങനെ സ്റ്റെമ്മിലൊക്കെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലീഫിന് സ്റ്റിച്ച് ചെയ്യാം. ലീഫിന് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം അടിയിൽ നിന്ന് സൂചി കുത്തിയിട്ട് കുറച്ച് നീക്കി നേരെ അടിയിലോട്ട് കുത്താം. അവിടെ നിന്ന് സൈഡിലോട്ട് കുത്താം. കണ്ടോ, സൈഡിലോട്ട് കുത്താം, അടുത്ത സൈഡിലോട്ട് കുത്താം, നടുക്കേ കൊണ്ടുവന്നിട്ട് മേലോട്ട് സൂചി മറിച്ച് അടുത്ത സൈഡിലോട്ട്, അതായത് സൂചി അടിയിലോട്ട് എടുക്കണില്ല, നമ്മെ ഇങ്ങനെ സൈഡുകളിലേക്ക് കൊടുത്ത് പോകണമാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത്. ഇനി നമുക്ക് മുട്ടിൻ്റെ അവിടെ സ്റ്റിച്ച് കൊടുക്കാം. ജസ്റ്റ് ഫില്ല് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കണുള്ളൂ. എങ്ങനെയാണ് കുത്തണേന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണേന്നുള്ളത്. ഇനി ബുളിയൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. 2 ഇഴ നൂലെടുത്താൽ മതി. ഞാനിവിടെ 4 ഇഴ നൂലെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 4 ഇഴ നൂലിട്ടിട്ട് അത്രയ്ക്ക് വൃത്തിയായ പോലെ ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ ചെയ്തപ്പോൾ 2 ഇഴ നൂലിട്ടാണ് ചെയ്തത്. 2 ഇഴ നൂലെടുത്താൽ മതി. പിന്നെ സൂചിമേൽ കണ്ട ചുറ്റുമ്പോൾ 2 തവണ അല്ലെങ്കിൽ 1 തവണ ചുറ്റിയിട്ട് നേരെ അടിയിലോട്ട് കുത്തിയാൽ മതി. അപ്പോൾ ചോനി അത് ബുള്ളിയൻ സ്റ്റിച്ച് പോലെ വന്നോളും കേട്ടോ. ഞാൻ 3 തവണ ചുറ്റണുണ്ട്. 3 തവണ ചുറ്റണമെന്നില്ല, 2 തവണ 1 തവണ ചുറ്റിയാലും നല്ല ഭംഗി ഉണ്ടാവുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് ഉണ്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 3 തവണ ചുറ്റിയത്. പിന്നെ ഞാൻ 1 തവണ ചുറ്റിയെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ അവിടെ ഞാൻ യെല്ലോ ആണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ വരച്ച് കൊടുത്തേയിരിക്കണേമേൽ കൂടി ഫില്ല് ചെയ്ത് പോയാൽ മതി കേട്ടോ. കുത്ത താഴ്ത്തിട്ട് എടുത്ത് കുത്ത, അടിയിലോട്ട് കുത്ത, അങ്ങനെ നമ്മൾ വരച്ച സൈഡിൽ കൂടി കുത്തി എടുത്താൽ മതി. ഞാൻ ഡബിൾ കളർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഡബിൾ കളർ ഷെയ്ഡ് എടുക്കുമ്പോൾ കണ്ടോ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡായിട്ട് വരുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ.
വേണമെങ്കിൽ ലേസി ഡേസി ചെയ്യുക. ലേസി ഡേസി ചെയ്യണതിന് അടിയിൽ നിന്ന് സൂചി എടുക്കുക, ഒന്ന് മേലോട്ട് കുത്തി എടുക്കുക. കണ്ടോ? അപ്പോൾ ഒരു കെട്ട് വീണ പോലെ ഇനി നേരെ അടിയിലോട്ട് കുത്താം. കണ്ടോ? അതൊരു എന്താ ഇതള് പോലെ ആയിട്ട് വരുന്നില്ലേ? നേരെ സൂചി കുത്തി മേലോട്ട് എടുത്തിട്ട് മേലോന്ന് കണ്ടോ അടിയിൽ കിറക്കാതെ കണ്ടോ കെട്ട് വീണ പോലെ ആക്കിയിട്ട് അവിടെ നിന്ന് അടിയിൽ കിറക്കും സൂചി. ഇത് ഇങ്ങനെയാണ് ലേസി ഡേസി ചെയ്യണത് കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ഇട്ടിരിക്കണേന്നുള്ളത്. ഇനി അടിഭാഗം പ്ലെയിനായിട്ട് കിടക്കണോണ്ട് നമുക്ക് കുറച്ച് പുല്ല് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ജസ്റ്റ് ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കുത്തി കൊടുക്കണുള്ളൂ. ഇപ്പം നമുക്കറിയാമല്ലോ പുല്ലുകൾ എങ്ങനെയാണ് നിൽക്കണേന്ന്. അതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്തൊക്കെ കുത്തി നീളത്തിലൊക്കെ ആയിട്ട് കുത്തി പുല്ല് പോലെ ആക്കിയെടുക്കണം. കണ്ടോ? ഫൈനലി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മൾ വള്ളിയുടെ അവിടെ ത്രെഡ് മടക്കി വെച്ച് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കണ്ടോ? ഇപ്പോൾ കാണാനായിട്ട് നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്തായാലും.